എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞ നമസ്കാരമുണ്ട്. പ്രവാസിയുടെ അറിവിലേക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ സിം എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ ഒരു സിം എടുക്കും. അതെടുക്കുമ്പോൾ ആധാറിൽ കൊടുക്കും, ബാങ്കിൽ കൊടുക്കും, നമ്മളെ അത്യാവശ്യം എല്ലായിടത്തും കൊടുക്കും. അപ്പോൾ അത് എടുത്ത് കഴിയുമ്പോൾ പ്രവാസികൾ ചിലപ്പോൾ 2 മാസമായിരിക്കും. 2 മാസം കഴിയുമ്പോൾ ഇവർ പോകും, ഈ സിം ചിലപ്പോൾ കൊണ്ടുപോകും. ഇപ്പോൾ നമ്മുടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഐഡിയ ഉണ്ട്, ഐഡിയ അല്ല VI ഉണ്ട്, പിന്നെ എയർടെല്ലുണ്ട്, ജിയോ ഉണ്ട്. അപ്പോൾ ഈ സിം കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും, റീചാർജ് ചെയ്യാൻ വിട്ടുപോകും. ഈ സിമ്മിൻ്റെ കാലയളവെന്ന് വെച്ച് കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ ഈ സിം കട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 2 മാസം കൂടുമ്പോഴെങ്കിലും ഈ സിം ഒന്ന് ചാർജ് ചെയ്ത് വെക്കുക. ഈ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു സമയത്ത് നമ്മൾ 1 വർഷമോ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 2 മാസം കൂടുമ്പോൾ ഒന്ന് ചാർജ് ചെയ്യുക. ഇല്ലെങ്കിൽ പിന്നെയും നമ്മൾ എല്ലാ പ്രവാസികളും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. 3 മാസം കഴിയുമ്പോൾ നമ്മൾ ചാർജ് ചെയ്തിട്ടില്ല, ചാർജ് ചെയ്തിട്ടാതെ പെട്ടെന്ന് നാട്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സിം ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെയും നമ്മൾ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ബാങ്കിൽ വേറെ നമ്പർ കൊടുക്കേണ്ടി വരും, ആധാറിൽ വേറെ നമ്പർ കൊടുക്കേണ്ടി വരും, കോൺടാക്ട് നമ്പർ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രവാസികളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇത് മാക്സിമം 2 മാസം കൂടുമ്പോൾ ഒന്ന് ചാർജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.